ചാപ്റ്റർ 3 ദ കോർണർ ഷോപ്പ്. അധ്യായം 3 കോർണർ ഷോപ്പ് അഥവാ മുക്കിലുള്ള കടക. ഡേവ് സ്ലേറ്റൻ കെപ്റ്റ് ഹിസ് പ്രോമിസസ്. ഡേവ് സ്ലേറ്റൻ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റി. തിങ്സ് അറ്റ് ദ ഷോപ്പ് വർ ഗുഡ് ആൻഡ് ചീപ്പ്. തിങ്സ് അറ്റ് ദ ഷോപ്പ്, കടയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വർ ഗുഡ് ആൻഡ് ചീപ്പ്, വളരെ വില കുറഞ്ഞതും അതേസമയം നല്ല സാധനങ്ങളുമായിരുന്നു. ഹൗ ഡസ് ഹി ഡു ഇറ്റ് ആസ് മിസ്സിസ് ഹാരിസൺ. മിസ്സിസ് ഹാരിസൺ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു അദ്ദേഹത്തിന്? ഇറ്റ്സ് വിൻ്റർ ബട്ട് ഹീ ഈസ് സെല്ലിംഗ് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇറ്റ്സ് വിൻ്റർ, ഇത് തണുപ്പ് കാലമാണ്, ബട്ട് ഹീ ഈസ് സെല്ലിംഗ് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്നിരുന്നാലും അദ്ദേഹം ഒത്തിരി സാധനങ്ങൾ, പഴവർഗ്ഗങ്ങളാണേലും പച്ചക്കറികളാണേലും വിൽക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ചീപ്പ്, അതെല്ലാം വളരെ വിലക്കുറവുമാണ്. ഐ നെവർ ഗോ ടു ലിഡ്നി നാവ്. ഞാൻ ഈ ദിവസങ്ങളിലൊന്നും ലിഡ്നി എന്ന പട്ടണത്തിലേക്ക് പോകുന്നേയില്ല. ദ അതർ വില്ലേജസ് എഗ്രീഡ്. മറ്റുള്ള ഗ്രാമവാസികളും അതിനോട് സമ്മതിച്ചു. The corner shop was a success and Dave seemed happy. കോർണർ ഷോപ്പ് ഒരു വളരെ വമ്പിച്ച വിജയമായി തീർന്നു. അതേപോലെ ഡേവ് വളരെ ഹാപ്പി ആയിട്ടും കാണപ്പെട്ടു. He paid Anna good wages. അദ്ദേഹം ആന എന്ന ആ പെൺകുട്ടി, അവിടെ സഹായത്തിന് നിൽക്കുന്ന പെൺകുട്ടിക്ക് നല്ല ശമ്പളവും കൊടുത്തിരുന്നു. Sometimes her friend Peter helped at the shop. Sometimes, വല്ലപ്പോഴും അവളുടെ കൂട്ടുകാരൻ പീറ്റർ എന്ന് പറയുന്ന ആൾ അവിടെ വന്നിട്ട് സഹായിക്കുമായിരുന്നു. ആൻഡ് ഡേവ് ഗേവ് ഹിം മണി ടു. ഡേവ് ഈ പീറ്ററിനും കൊള്ളാവുന്ന കാശ് കൊടുത്തിരുന്നു. ഡേവ് അഡ്വർടൈസ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. ഡേവ് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ആൻഡ് ദ വില്ലേജ് പ്രൊഡക്ട്സ് സോൾഡ് വെൽ. അങ്ങനെ ആ വില്ലേജിലുണ്ടാകുന്ന സാധനങ്ങളെല്ലാം വളരെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വിറ്റഴിക്കാനും പറ്റി. പീപ്പിൾ ഫ്രം ലിഡ്നി കെയിം ടു ദ കോർണർ ഷോപ്പ്. പീപ്പിൾ ഫ്രം ലിഡ്നിയിലുള്ള ആളുകളെല്ലാം അവിടെ വന്ന് കോർണർ ഷോപ്പിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. ദർ വർ ലോട്ട്സ് ഓഫ് വിസിറ്റേഴ്സ്. അവിടെ ധാരാളം സന്ദർശനം ഉണ്ടായിരുന്നു. ആൻഡ് വുഡ് എൻഡ് ബിക്കെയിം മോർ ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ വുഡ് എൻഡ് ഒരു ആളുകൾ കൂടുന്ന ഒരു നല്ലൊരു സ്ഥലമായി തീർന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായി തീർന്നു. ദ വില്ലേജസ് വർ സർപ്രൈസ്ഡ് ബട്ട് പ്ലീസ്ഡ്. ഒരു തരത്തിൽ അവിടെയുള്ള ഗ്രാമവാസികളെല്ലാം വളരെ ആശ്ചര്യചകിതരായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് വളരെ സന്തോഷമുണ്ടായി. ദേ വർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. അവരെല്ലാവരും തന്നെ ഒത്തിരി പൈസ സമ്പാദിക്കാനുള്ള ഒരു വഴിയായി ഇതിനെ കണ്ടു. ഡേവ് ലിവ്ഡ് അലോൺ ഇൻ എ ഫ്ലാറ്റ് അബവ് ദ ഷോപ്പ്. ഡേവ് ലിവ്ഡ് അലോൺ. ഡേവ് അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചത്. ഇൻ എ ഫ്ലാറ്റ് അബവ് ദ ഷോപ്പ്. ഷോപ്പിൻ്റെ മുകളിലുള്ള ഒരു ഫ്ലാറ്റിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഹി വാസ് വെരി പോപ്പുലർ ഇൻ ദ വില്ലേജ്. അദ്ദേഹം ആ ഗ്രാമത്തിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. ബട്ട് നോ വൺ എവർ വെൻറ്റ് ടു ഹിസ് ഫ്ലാറ്റ്. എന്നിരുന്നാലും അവിടെ ആരും എവർ വെൻറ്റ് ടു ഹിസ് ഫ്ലാറ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഷോപ്പിൻ്റെ മേലുള്ള ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നോ വൺ എവർ സോ ഇൻസൈഡ് ഇറ്റ്. ആരും ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളതെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്റ്റെയർസ് ദർ വർ 2 doors. അങ്ങോട്ട് പോകുന്ന സ്റ്റെയറിൻ്റെ അടിയിൽ 2 വഴികളുണ്ടായിരുന്നു, 2 വാതിലുകളുണ്ടായിരുന്നു. വൺ ലെഡ് ഇൻ ടു ദ സ്റ്റോക്ക് റൂം. ഒരെണ്ണം സ്റ്റോക്ക് റൂമിലേക്കും. ദ അതർ ഡോർ ഹാഡ് എ നോട്ടീസ് ഓൺ ഇറ്റ്. മറ്റേ വാതിലിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ ഓർഡേഴ്സ് ഓൺലി, കീപ്പ് ഔട്ട്. ഇവിടെ സ്പെഷ്യൽ ഓർഡറുകാർക്ക് മാത്രമുള്ളതാണ് ആ റൂം. അതേപോലെ അല്ലാത്തവർ പുറത്ത് മാറി നിൽക്കുക എന്നാണ് എഴുതിയിരുന്നത്, കീപ്പ് ഔട്ട്. ദ ഡോർ വാസ് ഓൾവേസ് ലോക്ക്ഡ്. അതൊരു പ്രത്യേകതയായിരുന്നു. ആ ഡോർ എപ്പോഴും പൂട്ടിക്കിടന്നിരുന്നു.
ആന നെവർ വെൻറ്റ് ഇൻ ടു ദ സ്പെഷ്യൽ ഓർഡേഴ്സ് റൂം. ആന പോലും ആ സ്പെഷ്യൽ ഓർഡർ റൂമിൻ്റെ അകത്ത് ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നില്ല. വൈ ഡു യു ലോക്ക് ദാറ്റ് റൂം ഡേവ്? ആന ആസ്ക്ഡ് വൺ ഡേ. വാട്ട്സ് ഇൻ ദെയർ? ഒരു ദിവസം ആന ഇങ്ങനെ ചോദിച്ചു, വൈ ഡു യു ലോക്ക് ദാറ്റ് റൂം ഡേവ്? ഡേവ്, എന്താണ് നിങ്ങൾ ആ റൂം പൂട്ടിയിട്ടിരിക്കുന്നത്? ഇറ്റ്സ് ഫോർ സ്പെഷ്യൽ ഓർഡേഴ്സ്, ഹി റിപ്ലൈഡ്. ബിഗ് ഓർഡേഴ്സ്. ഇറ്റ്സ് ഫോർ സ്പെഷ്യൽ ഓർഡേഴ്സ്. അത് വളരെ വലിയ ഓർഡറുകൾക്ക് മാത്രം, ഓർഡർ എടുക്കാൻ മാത്രമുള്ള ഒരു റൂമാണത്. ബിഗ് ഓർഡേഴ്സ്, വളരെ വളരെ വലിയ ഓർഡറുകൾക്ക്. ബട്ട് യു വോണ്ട് ഗെറ്റ് എനി ബിഗ് ഓർഡേഴ്സ് ഇൻ വുഡ് എൻഡ്, സെഡ് ആന. ആന പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഈ വുഡ് എൻഡിൽ അങ്ങനെയുള്ള വലിയ ഓർഡറുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. ഡേവ് സെഡ് നത്തിങ്. ഡേവ് ഒന്നും പറഞ്ഞില്ല. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ് റൂം. എന്നാണേലും അദ്ദേഹത്തിന് ഈ റൂമിനെ കുറിച്ചൊന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹത്തിന് ആരോടും അതിനെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. താങ്ക് യു. അടുത്ത അധ്യായത്തിൽ നമുക്ക് കഥയുടെ ശേഷൻ ഭാഗം കേൾക്കാം.